എല്ലാ കൂട്ടുകാർക്കും മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 9th ഫസ്റ്റ് ചാപ്റ്ററിലായിട്ടുള്ള ഏരിയ. അതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പേജ് നമ്പർ 20 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. In the picture below, the top vertex of a triangle is joined to the midpoint of the bottom side of the triangle, and then the midpoint of this line is joined to the other two vertices. Prove that the areas of all four triangles obtained thus are equal to a fourth of the area of the whole triangle. എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? ആ ഫിഗറിനകത്ത് ഒരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളാണ് ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് ഫിഗറിലുള്ളത്. കണ്ടോ? ഈ ട്രയാങ്കിളിന്റെ ഒരു വേർട്ടെക്സ് ഇതാണ്. ഈ വേർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് വരുന്നത്. ഇതിന്റെ മിഡ് പോയിന്റിലേക്കാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചിരിക്കുന്നത്. അതായത് ഈ സൈഡിന്റെ മിഡ് പോയിന്റ്. ഓക്കെ, യെസ്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ട്രയാങ്കിൾ രണ്ട് ട്രയാങ്കിൾ ആക്കി മാറ്റി. എന്നിട്ട് ഈ ലൈന് ഇതാ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ലൈനിന്റെ മിഡ് പോയിന്റ്, അതാണ് ഈ പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? 4 ട്രയാങ്കിൾസ് കിട്ടി. കണ്ടില്ലേ? 1 2 3 4 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇതിലെ ഓരോ ട്രയാങ്കിളിന്റെയും ഏരിയ, ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ട്രയാങ്കിളിന്റെ 1/4 ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാന്നുള്ളത് ഇവിടെ നമുക്ക് നോക്കാം. ഈ ട്രയാങ്കിൾ നമ്മളൊരു പേര് കൊടുക്കണം. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്, അതായത് BC എന്ന് പറയുന്ന ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് എന്ത്? E എന്ന് പറയുന്നത്. ഇത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും തന്നെ ആയിരിക്കും, സെയിം ആയിരിക്കും അല്ലെ? അതുപോലെ നമുക്ക് ഈ പോയിന്റിന് ഒരു പേര് കൊടുക്കാം. ഈ F എന്ന് കൊടുക്കാം. ഈ പോയിന്റ് നമ്മൾ F എന്ന് കൊടുക്കും. അപ്പൊ ആദ്യം നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ABC എന്ന് പറയുന്ന ലാർജ് ട്രയാങ്കിൾ നോക്കാം. അതിന്റെ ഏരിയ എന്താ വരിക? ഇതിന്റെ ഹൈറ്റ് നമ്മൾ എടുക്കുന്നത് H ആയിട്ടാണ് എടുക്കുക. ഹൈറ്റ് നമ്മൾ H ആയിട്ട് കൺസിഡർ ചെയ്യണം. ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല, ഒരു മെഷർമെന്റ് നമുക്ക് തന്നിട്ടില്ല അല്ലെ? പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ച ഒരു റൂൾ അനുസരിച്ച് ഈ ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ അല്ലെ, അതിന്റെ ഒരു വെർട്ടെക്സ് ആണ് A എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് BC. അപ്പൊ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ചിരിക്കുന്ന ഈ ലൈന് ഏത് റേഷ്യോയിലാണോ ഈ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും ഇതിന്റെ ഏരിയയും ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ലൈൻ എന്ന് പറയുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും തന്നെ ആയിരിക്കും, സെയിം ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മളിപ്പോ ഈ ഡിസ്റ്റൻസ് A ആണെങ്കിൽ ഇതും എന്ത് തന്നെ ആയിരിക്കും? A തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഹൈറ്റ് നമ്മൾ H ആയിട്ട് എടുക്കുകയാണ്. ലെറ്റ് H ബി ദ ഹൈറ്റ്. H ആയിട്ട് ഹൈറ്റിന് എടുത്തു. അതുപോലെ ബേസ് ആയിട്ട് A വരികയാണെങ്കിൽ ട്രയാങ്കിൾ ABE ഏരിയ എന്തായിരിക്കും വരിക? ട്രയാങ്കിൾ ABE എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ വരിക? 1/2 ഇൻറ്റു ബേസ് എന്താ വരുന്നത്? A ഇൻറ്റു ഹൈറ്റ് നമ്മൾ എന്തെടുക്കുന്നു? H. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഏരിയ എന്താ വരിക? ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ടോട്ടൽ ഏരിയ എന്താ വരിക? ടോട്ടൽ ഏരിയ എങ്ങനെ വരിക കാണാൻ പറ്റും നമുക്ക്. ട്രയാങ്കിൾ ABCയുടെ ഏരിയ എന്ത് വരും? ABC. ഇതിന്റെ ബേസ് എന്താ വരിക? ഇവിടെയും A ആണ്, ഇതും A ആണ്. അപ്പൊ എന്ത് വരും? 2A അല്ലെ? അപ്പൊ 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെയുള്ള ഈ 2 ക്യാൻസൽ ആയി ബാക്കി എന്താ വരിക? AH. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ഏരിയ ABC എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളിന്റെ ഏരിയ AH ആണ്. ഇതിലുള്ള ABE എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ വരുന്നത്? അത് ½ AH. ഇനി നമുക്ക് തൊട്ട് അപ്പുറത്തുള്ള ഈ ട്രയാങ്കിളിന്റെ ഏരിയ നോക്കാം. ACE എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ, ട്രയാങ്കിൾ ACEയുടെ ഏരിയ എന്താ വരിക? 1/2 ഇൻറ്റു ബേസ് ആയിട്ട് എന്താ വരുന്നത്? A തന്നെയാണ്. A ഇൻറ്റു ഹൈറ്റ്. എല്ലാ ട്രയാങ്കിളിലും സെയിം ഹൈറ്റ് തന്നെ, കാരണം ഈ കോമൺ വെർട്ടെക്സിനാണ് ട്രയാങ്കിൾ വരുന്നത്, നമ്മുടെ ലൈന് വരുന്നത് അല്ലെ? യെസ്, ഹൈറ്റ് വരുന്നത് കോമൺ വെർട്ടെക്സ് എന്നാണ്. അപ്പോൾ ഹൈറ്റ് സെയിം ആണ്. ഹരിസുകളുടെ എങ്ങനെ വരും? 1/2 AH. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ലാർജ് ട്രയാങ്കിളിന്റെയും ഏരിയ എന്താണ്? ABE എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെയും
സി ഇ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? സെയിം ആയിട്ടാണ്, ഹാഫ് എ എച്ച് ഹാഫ് എ എച്ച്. വലിയ ട്രയാങ്കിളിന്റെ പകുതിയായിട്ട് വരുന്നത് അല്ലെ, വലിയ ട്രയാങ്കിളിന്റെ എച്ച് ആയിരുന്നു, അപ്പൊ ഹാഫ് എ എച്ച്. ഇനി നോക്കാം നമുക്ക് അടുത്തത്, ഇതിലുള്ള ഒരു സ്മോൾ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ് ട്രയാങ്കിൾ? ഇതാ ഇവിടെ വരുന്നത് സി ഇ എഫ്, ട്രയാങ്കിൾ സി ഇ എഫ് എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്, ട്രയാങ്കിൾ സി ഇ എഫ്. അപ്പൊ നമുക്കറിയാം ഈ സി ഇ എഫില് ഒരു സൈഡാണെന്ന് വരുന്നത് എ ഇ എന്ന് പറയുന്നത് അല്ലെ. ഈ സൈഡിലെ എ ഇയിലെ ഒരു മിഡ് പോയിന്റ് ആണ് എഫ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം ലാർജ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, എ സി ഇ എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിൽ എന്താണ് വരുന്നത്? അതിനകത്തുള്ള ഒരു സൈഡാണ് എ ഇ എന്ന് പറയുന്നത്. ഈ സൈഡിലേക്ക്, ഈ വെർട്ടെക്സിൽ നിന്ന് മിഡ് പോയിന്റിലേക്കാണ്, എഫ് എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മിഡ് പോയിന്റിലേക്കാണ് ആര് വരുന്നത്? ഈ സിയിൽ നിന്ന് ലൈൻ ഇങ്ങോട്ടേക്ക് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ ബൈസെക്ട് ചെയ്ത് എന്താണ്? എഫ് എന്ന് പറയുന്നത് മിഡ് പോയിന്റിലാണ്. സോ ഇതിന്റെ ഏരിയയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ആകെ ഉണ്ടായിരുന്ന ഈ വലിയ ട്രയാങ്കിളിന്റെ എ ഇ സി എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ പകുതി ആയിരിക്കും ഓരോ ട്രയാങ്കിളിന്റെ ഏരിയ വരുന്നത് അല്ലെ. അപ്പൊ എ സി ഇ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഹാഫ് എ എച്ച് ആണ്. അപ്പൊ ഈ സ്മോൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ വരിക? ഹാഫ് ഓഫ് ഹാഫ് എ എച്ച്, ഹാഫ് ഓഫ് ഹാഫ് എ എച്ച് അല്ലെ. ഹാഫ് എ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി ഇ എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. അതിന്റെ ഹാഫ് ആണ് എന്ത് വരുന്നത്? ട്രയാങ്കിൾ സി ഇ എഫ് എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ, ഈ ട്രയാങ്കിൾ വണ്ണിന്റെ ഏരിയ. വണ്ണ് നമ്മൾ കൊടുക്കുകയാണ്, വണ്ണിന്റെ ഏരിയ. അപ്പൊ ഹാഫ് ഓഫ് ഹാഫ് എ എച്ച് എന്ന് പറഞ്ഞാൽ എന്തായി? 1/4 അല്ലെ. ഹാഫ് ഓഫ് ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/2 ഇൻറ്റു 1/2 ആണ് അല്ലെ. നമുക്കൊരു സ്റ്റെപ്പോടെ ഇവിടെ എഴുതുകയാണെങ്കിൽ ഹാഫ് 1/2 ഇൻറ്റു 1/2 എ എച്ച്. 1/2 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ 1/4 എ എച്ച്. അപ്പൊ ഇതിന്റെ ഏരിയ എന്ത് കിട്ടി? 1/4 എ എച്ച് ആണെന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ ഏരിയ അതിന് തന്നെ ആയിരിക്കും എന്താ വരിക? 1/4 എ എച്ച് തന്നെ വരിക. എന്താ കാരണം? ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലെ. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയതുകൊണ്ട് സെയിം ഏരിയ ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഇപ്പുറത്തെ ഭാഗത്തുള്ള ഈ രണ്ട് ട്രയാങ്കിളും ഉണ്ട് അല്ലെ. ഇത് ട്രയാങ്കിൾ 1ഉം 2ഉം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ട്രയാങ്കിൾ 3ഉം 4ഉം, 3യുടെയും 4ന്റെയും ഏരിയ കണ്ടുപിടിക്കണം. അതെന്താ വരുന്നത്? ഇവിടെ നമുക്കറിയാം എ ബി ഇ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഹാഫ് എ എച്ച് ആണ് അല്ലെ. ഈ ട്രയാങ്കിളിലെ എ ഇ എന്ന് പറയുന്ന ഈ ലൈനിനെ, ഈ സൈഡിനെ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ബൈസെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും സെയിം തന്നെയാണ്. രണ്ട് ട്രയാങ്കിളിന്റെയും ഹൈറ്റ് എന്താണ്? കോമൺ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ എന്താണ് വരിക? ഈക്വൽ ആയിട്ട് വരും അല്ലെ. അങ്ങനെയെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ട്രയാങ്കിൾ ബി ഇ എഫ് എന്ന് പറയുന്ന ട്രയാങ്കിൾ, ബി ഇ എഫ് എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്താ വരിക? ഈ എ ബി ഇ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഹാഫ് ആയിരിക്കും. ഇപ്പൊ എ ബി ഇ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? അത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ട് ഹാഫ് എ എച്ച് ആണ്. അതിന്റെ ഹാഫ് ആണ് വരുന്നത്. അപ്പോൾ ഹാഫ് ഓഫ് ഹാഫ് എ എച്ച്, ഹാഫ് ഓഫ് ഹാഫ് എ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 എ എച്ച്. ഓക്കെ. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് കിട്ടി? 1/4 എ എച്ച് എന്ന് കിട്ടി. ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയും സെയിം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത് രണ്ടും സെയിം ആണ്. സോ ഇതിന്റെ ഏരിയയും എന്ത് തന്നെ ആയിരിക്കും? 1/4 എ എച്ച്. ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയില്ലേ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിലുള്ള ഈ സ്മോൾ ട്രയാങ്കിൾസിന്റെ ഓരോന്നിന്റെ ഏരിയ എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളിന്റെ 1/4 പാർട്ട് ആവുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ. വലിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരുന്നു? എ എച്ച് അല്ലെ. ഓരോ സ്മോൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ നമുക്ക് കിട്ടിയത്? 1/4 എ എച്ച്. അപ്പോൾ വലിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ 1/4 പാർട്ടാണ് ഓരോ സ്മോൾ ട്രയാങ്കിളിന്റെയും ഏരിയ വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. In the picture below, the top vertex of a triangle is joined to the midpoint of the opposite side, and then the point dividing this line in the ratio 2:1 is joined to the other two vertices. Prove that the areas of all three triangles in the picture on the right are equal to a third of the area of the odd triangle. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഞാൻ ആ പിക്ചർ ഇവിടെ ബോർഡിൽ വരച്ചിട്ടുണ്ട്. നോക്കാം. ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിന് ഈ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
കണ്ടില്ലേ ഓപ്പോസിറ്റ്. അതായത് നമ്മളിപ്പോ ഇവിടെ ഒരു ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ലാർജ് ട്രയാങ്കിൾ. ഓക്കെ, ഈ ബി സിയുടെ മിഡ് പോയിന്റിലേക്ക് എ എന്ന് പറയുന്ന ഈ വെർട്ടെക്സ് ലൈൻ വരച്ചിട്ട് ഈ ട്രയാങ്കിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ സൈഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്താ ചെയ്തത്, ഈ ഇതിന് നമ്മളൊരു പേര് കൊടുക്കുകയാണെങ്കിൽ ഡി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എ ഡി എന്ന് പറയുന്ന ഈ ലൈനിനെ ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 2:1, അതായത് ഇവിടെ 2 ആണ്, ഇവിടെയോ 1 ആണ്. 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്, എന്നിട്ട് ഇതിനകത്തുള്ള ഈ ഭാഗം ഇവിടെ നിന്ന് ഇങ്ങോട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ചറിൽ, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 2 പിക്ചർ ഉണ്ട് അല്ലേ. അപ്പോൾ ആ സെക്കൻഡ് പിക്ചറിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഭാഗം ഇങ്ങോട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ട്രയാങ്കിളായി മാറി. ഇതിലുള്ള ഓരോ ട്രയാങ്കിളിന്റെയും ഏരിയ എന്ന് പറയുന്നത് ഓൾ ട്രയാങ്കിളിന്റെ 1/3 ആയി, അതായത് 1/3 പാർട്ടായിരിക്കും എന്നാണ്. അതായത് ഇതിലുള്ള ഓരോ ട്രയാങ്കിളിന്റെയും 3 ട്രയാങ്കിൾ ഉണ്ട്, ഈ 3 ട്രയാങ്കിളിന്റെയും ഏരിയ എന്ന് പറയുന്നത് ഈ ഓൾ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ 1/3 പാർട്ടായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കാം നമുക്കപ്പം. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടെ എ ബി സി എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ, അതിന്റെ ഏരിയ എന്താ വരിക, ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ. ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്താ വരിക, അപ്പൊ നമുക്ക് ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ടോട്ടൽ ഏരിയ അല്ലെ, ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് h ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ താഴെയുള്ള ഈ ലെങ്ത്തിനെ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്, ഇവിടുന്ന് ഇതുവരെയുള്ളത് എയും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളതും എ ആണ് അല്ലെ. ഇതിങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് എ ആയിട്ടും ഡി മുതൽ സി വരെയുള്ളതും എ ആയിട്ട് എടുക്കാം. ഹൈറ്റ് നമ്മൾ h ആയിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്താ വരിക, 1/2 ഇൻറ്റു ഹൈറ്റ് എന്താ വരുന്നത്, 1/2 ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എയും ഇവിടെ എയും ഉണ്ട്. അപ്പൊ 2a ഇൻറ്റു h, 2 ഇൻറ്റു ഇവിടെ ക്യാൻസൽ ചെയ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു AH. അപ്പൊ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്, AH ആണ്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതിങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള വലിയ ട്രയാങ്കിൾ ഉണ്ട് അല്ലെ, ഈ വലിയ ട്രയാങ്കിൾ, അതായത് എ ഡി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ വരിക, എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ, എ ഡി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ വരിക, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ഈസ് ഈക്വൽ ടു എന്ത് വരും, 1/2 ഇൻറ്റു ഇവിടെ ബേസ് എന്താ വരിക, എ ആണ് വരിക. ഹൈറ്റ് എന്താണ്, എല്ലാറ്റിനും സെയിം തന്നെ വരുന്നത്, h, ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു h, ഹാഫ് AH. ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് AH ആണ്. അപ്പോൾ ഈ എ ബി ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയയോ, ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ 1/2 ഇൻറ്റു ബേസ് എന്താ എ ആണ്, എ ഇൻറ്റു ഹൈറ്റ് h ആയിട്ട് കൺസിഡർ ചെയ്യണം. h ആണെങ്കിൽ ഹാഫ് AH. ഓക്കെ, അപ്പൊ നമുക്ക് ട്രയാങ്കിൾ എ ബി ഡിയുടെ ഏരിയ എ ഡി സിയുടെ ഏരിയയും ഹാഫ് AH ആണെന്ന് കിട്ടി അല്ലെ. എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഏരിയ ഹാഫ് AH, എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഏരിയയും ഹാഫ് AH. ഇനി എന്താ സംഭവിക്കുന്നത്, ഈ 2 ട്രയാങ്കിളിനെയും ഏതിലാണ്, ഈ സൈഡ് എന്തിനാണ് ഡിവൈഡ് ചെയ്യുന്നത്, 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. 2:1 എന്ന് പറയുന്ന റേഷ്യോ. അപ്പോൾ ഇതിന്റെ ഏരിയ എന്താ വരിക, ട്രയാങ്കിൾ എ ഈ പോയിന്റ് നമ്മളൊരു പേര് കൊടുക്കുകയാണ്, എഫ് എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിൾ എ എഫ് സി എന്താണ് അതിന്റെ ഏരിയ വരിക, ഏരിയ ഈക്വൽ ടു ഇതിന്റെ ടോട്ടൽ ഏരിയയുടെ എ ഡി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയയുടെ എത്രയായിരിക്കും, യെസ്, ടോട്ടൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുന്നത്, ഹാഫ് AH ആണ്. ഇവിടെ 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എത്ര വരിക, 2/3 അല്ലെ, 2/3 ഓഫ് ഹാഫ് AH അല്ലെ, 2/3. അതായത് ഇവിടെ 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ വരിക, 2/3 ഓഫ് ടോട്ടൽ ഈ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് AH, ദാറ്റ് ഈസ് 2/3 ഇൻറ്റു ഹാഫ് AH. 2 യും 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, 1/3 AH.
അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 AH ആയി. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് ഇതിൻ്റെ എന്തായിരിക്കും? FDC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ. ട്രയാങ്കിൾ FDC ഏരിയ എന്താ വരിക? ഇത് 2/3 ആണോ വരുന്നിരിക്കുന്നത്? അപ്പോൾ ഇതെന്താ വരിക? 1/3 വരും അല്ലേ? ഇത് 2 ഈ റേഷ്യോ എന്താ വരുന്നത്? 2:1 എന്ന് പറയുന്ന റേഷ്യോ ആണ് വരുന്നത്. അപ്പോൾ ഇത് 2/3 ആണെങ്കിൽ ഇതെന്താ വരിക? 1/3 ആയിരിക്കും. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു ടോട്ടൽ ADC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത് വരും? ഹാഫ് AH. ദാറ്റ് ഈസ് എന്ത് വരും? 3 × 6 1/6 AH എന്ന് വരും. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/6 AH. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും വരിക. ട്രയാങ്കിൾ ABFന്റെ ഏരിയ എന്താ വരിക? ട്രയാങ്കിൾ ABFന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ തന്നെയാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇതിന്റെ ഏരിയ എന്തായിരുന്നു? ABD എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരുന്നു? ഹാഫ് AH. അപ്പോൾ ഇതെന്താ വരിക? 2/3 ഓഫ് ഹാഫ് AH. ദാറ്റ് ഈസ് 2/3 ഇൻറ്റു ഹാഫ് AH. 2 ും 2 ക്യാൻസൽ ചെയ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 AH. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ 1/3 AH. ഇതേപോലെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ തന്നെയാണ് 1/3 AH. അപ്പോൾ ഇനി ഇതിന്റെ ട്രയാങ്കിൾ ഏരിയ കാണണം. അതായത് BFD എന്ന് പറയുന്ന ട്രയാങ്കിൾ ഏരിയ. ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ BFD എന്ത് വരും? ഇത് 2/3 പോയി. അപ്പോൾ ബാക്കി ഇതെന്താ ഉണ്ടാവും? 1/3 ഇൻറ്റു ഹാഫ് AH. ദാറ്റ് ഈസ് എന്ത് വരും? 1 × 1 1 ആണ്. 3 × 2 6 1/6 AH. അപ്പോൾ ഇതിന്റെ ഏരിയ എന്താണ് വരുന്നത്? 1/6 AH. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇത് കണ്ട് വായിച്ചു കളഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ടോട്ടൽ എത്ര വരിക? 1/6 AH ഉം 1/6 AH ഉം. അപ്പോൾ ട്രയാങ്കിൾ BFC അല്ലേ? ട്രയാങ്കിൾ BFCയുടെ ഏരിയ എന്ത് വരും? ട്രയാങ്കിൾ BFC എന്താ വരിക? 1/6 AH പ്ലസ് 1/6 AH. 1/6 AH ആണ് ഇവിടെ വരുന്ന ഏരിയ. ഇവിടെ വരുന്നു 1/6 AH. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2/6 AH. 2/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 AH. ഓക്കെ, അപ്പോൾ ഇനി നോക്കൂ, നമ്മൾ ട്രയാങ്കിൾ BFC ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ വരുന്നത്? 1/3 AH. ഇനി അടുത്ത ട്രയാങ്കിൾ നോക്കൂ, AFC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ വരുന്നത്? 1/3 AH അല്ലേ? അതുപോലെ മൂന്നാമത്തെ ട്രയാങ്കിൾ എന്താണ്? ABF എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ABF അല്ലെങ്കിൽ ABF എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ഏരിയ ABF എന്ന് പറയുന്ന ട്രയാങ്കിൾ ഏരിയ 1/3 AH കണ്ടോ? അപ്പോൾ ഈ മൂന്ന് ട്രയാങ്കിളിന്റെ ഏരിയയും ഈക്വൽ ആയിട്ട് വന്നു. എന്താണ്? 1/3 AH 1/3 AH 1/3 AH. AH എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ട്രയാങ്കിൾ ABCയുടെ ഏരിയ ആയിരുന്നു. ABC എന്ന് പറയുന്ന ഹോൾ ട്രയാങ്കിളിന്റെ ഏരിയ ആയിരുന്നു AH എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള മൂന്ന് ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വന്നു? അതിന്റെ 1/3 പാർട്ടായിട്ട് വന്നു. 1/3 AH. ഓക്കെ, ഹെൻസ് ദ പ്രൂഫ്. പ്രൂവ് ചെയ്തല്ലോ, മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമുക്ക് എന്ത് കിട്ടി? വലിയ ട്രയാങ്കിൾ ഹോൾ ട്രയാങ്കിളിന്റെ 1/3 പാർട്ടായിട്ട് സ്മോൾ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർസ് ഫ്രം any point on the bisectors of an angle to the sides are equal. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ആംഗിളിന് ഒരു ബൈസെക്ടർ വരച്ചിട്ട് ആ ബൈസെക്ടറിന്റെ ഏതൊരു പോയിന്റിൽ നിന്നും ഈ സൈഡിലേക്ക് വരയ്ക്കുന്ന അല്ലെങ്കിൽ ഈ ആംഗിളിന് രണ്ട് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സ് എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഒരു പിക്ചർ ഇവിടെ ബോർഡിൽ വരച്ചിട്ടുണ്ട്. ഒരു ആംഗിൾ ആണ് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്. ഒരു ആംഗിൾ ആണ് ഇവിടെ, കണ്ടില്ലേ? ഒരു ആംഗിൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതിനൊരു ബൈസെക്ടർ ആംഗിൾ ബൈസെക്ടർ വരച്ചു. കണ്ടോ? ഇതാണ് ഈ മിഡിലൂടെ പോകുന്നതാണ് ആംഗിൾ ബൈസെക്ടർ വരച്ചിട്ടുണ്ട്. ഈ ആംഗിൾ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞ ശേഷം ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഏതൊരു പോയിന്റ് എടുക്കുക, ഈ ആംഗിൾ ബൈസെക്ടറിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഈ രണ്ട് വശത്തേക്കും, ഈ ആംഗിളിന്റെ ഈ സൈഡിലേക്കും വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ A എന്ന് പേര് കൊടുത്തു, ഈ പോയിന്റിന് B എന്നും ഇവിടെ C എന്നും പേര് കൊടുത്തു. ഇത് D ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്?
ഈ ബി ഡി ഈസ് ഈക്വൽ ടു സി ഡി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ബി ഡി ഈസ് ഈക്വൽ ടു സി ഡി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ വരച്ചിരിക്കുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അതായത് ഈ പോയിന്റിൽ നിന്ന് എ ബി എന്ന് പറയുന്ന ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല, ഇത് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ ആണ് വരച്ചിരിക്കുന്നത്. ഈ ബി ഡി എന്ന് പറയുന്നത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ സി ഡി എന്ന് പറയുന്നത് എ സിക്കും പെർപെൻഡിക്കുലർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിനെ പ്രൂവ് ചെയ്യുന്നതെന്ന്. ഇവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട് അല്ലെ? ട്രയാങ്കിൾ എ സി ഡിയും എ ബി ഡിയും അല്ലെ? രണ്ട് ട്രയാങ്കിൾ ഇവിടെ ഉണ്ട് അല്ലെ? കൺസിഡർ ദ ട്രയാങ്കിൾസ് ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ എ സി ഡി. ഈ രണ്ട് ട്രയാങ്കിളും നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ ഡി ഇസ് ഈക്വൽ ടു എ ഡി ആണ്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സൈഡാണ് എ ഡി. എ ഡി ഇസ് ഈക്വൽ ടു എ ഡി, ദാറ്റ് ഈസ് എന്താണ്? കോമൺ സൈഡാണ് അല്ലെ? രണ്ട് കോമൺ ആയതുകൊണ്ട് കോമൺ ആയിട്ട്. ഇനി നോക്കാം, നമുക്ക് എന്താണ് അറിയാൻ പറ്റുക? ഇവിടെയുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലെ? ആംഗിൾ സി എ ഡി എന്ന് പറയുന്ന ഈ ആംഗിളും ആംഗിൾ ബി എ ഡി എന്ന് പറയുന്ന ഈ ആംഗിളും, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. എന്താ കാരണം? എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ബൈസെക്ടർ ആണ് അല്ലെ? therefore these two angles are equal. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ സി എ ഡി, ആംഗിൾ സി എ ഡി is equal to ആംഗിൾ ബി എ ഡി, ആംഗിൾ ബി എ ഡി. റീസൺ എന്താണ്? എ ഡി is the angle bisector. AD is the angle bisector. ഓക്കെ, എ ഡി എന്ന് പറയുന്ന ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ടാണ് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയത്. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, നമ്മൾ ആംഗിൾ എ ബി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ഡി ആണ്. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ് അല്ലെ? എന്താ കാരണം? ഇത് രണ്ടും ഇവിടെ വരുന്ന ഈ ലൈന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിളും എന്താണ്? 90 ഡിഗ്രി ആണ് അല്ലെ? യെസ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ ബി ഡി, ആംഗിൾ എ ബി ഡി, ആംഗിൾ എ ബി ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ ഏതാണ്? എ സി ഡി, ആംഗിൾ എ സി ഡി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. എന്താണ്? ഗിവൺ ആണ്, തന്ന കാര്യമാണ്. ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അങ്ങനെയെങ്കിൽ എന്തുകൂടെ അറിയാൻ പറ്റും നമുക്ക്? ഇതിലുള്ള ഈ മൂന്നാമത്തെ ആംഗിൾ എന്താണ്? ഈക്വൽ ആയിരിക്കും. ഇവിടെ വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. എന്താ കാരണം? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് മറ്റൊരു ട്രയാങ്കിൾ രണ്ട് ആംഗിളോട് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? ദാറ്റ് ഈസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ എ ഡി ബി, ആംഗിൾ എ ഡി ബി ഇസ് ഈക്വൽ ടു ആംഗിൾ എ സി ആംഗിൾ എ ഡി സി, ആംഗിൾ എ ഡി സി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോൾ ഇതിന്റെ മൂന്ന് ആംഗിളും ഒരു സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി അല്ലെ? നമുക്കറിയാം SAS ക്രൈറ്റീരിയ അനുസരിച്ച് രണ്ട് ആംഗിളും ഒരു സൈഡും അതിനിടയ്ക്ക് വരുന്ന ഒരു സൈഡും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവന്റ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇവിടെ എന്തൊക്കെ വന്നത്? 3 ആംഗിൾസ് ഈക്വൽ ആണ്. 3 ആംഗിൾസും ഒരു സൈഡും ഈക്വൽ ആണ്. therefore these two triangles, triangle ABD and triangle ACD are congruent. ഇത് രണ്ട് ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലെ? അങ്ങനെയെങ്കിൽ ഈക്വൽ സൈഡ് ഏതൊക്കെയാണ്? ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ? രണ്ട് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസിൽ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ആംഗിളിന്റെ ഈ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? അതായത് ആംഗിൾ സി എ ഡി എന്ന് പറഞ്ഞ ഈ ആംഗിളിന്റെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? സി ഡി അല്ലെ? സി ഡി ഈക്വൽ ടു ആംഗിൾ ഈ ബി എ ഡി എന്ന് പറയുന്ന ഈ ആംഗിൾ ബി എ ഡി, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ദിസ് വൺ അല്ലെ? ബി ഡി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഡി ഈസ് ഈക്വൽ ടു ബി ഡി. ഇതിനല്ലേ നമുക്ക് തെളിയിക്കേണ്ടിയിരുന്നത്. അതായത് എന്താണ്? ഈ ഒരു ആംഗിളിനെ ബൈസെക്ടർ വരച്ചു, അതിന്റെ ഏതൊരു പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ ഈ രണ്ട് സൈഡിലേക്ക് വരച്ചു കഴിഞ്ഞാലും ആ രണ്ട് പെർപെൻഡിക്കുലർ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ലെങ്ത് ആയിരിക്കും. അതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏരിയ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.